ഹലോ ഗായ്സ്, വെൽക്കം ടു അനദർ വീഡിയോ. ഇന്നത്തെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് പ്രത്യേകിച്ച് നിങ്ങൾക്ക് 3 ways to avoid losses in trading. ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. നമ്മൾ സത്യത്തിൽ ലോസുകളെ പറ്റി പറയാനാണെങ്കിൽ വലിയൊരു ടോപ്പിക്കാണ്. ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാനത് ആക്ച്വലി റിയാലിറ്റി ഓഫ് സ്റ്റോക്ക് ട്രേഡിംഗ് എന്ന് പറഞ്ഞിട്ട് ലൈവ് സ്ട്രീം നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ചിലപ്പോൾ നമ്മുടെ മൈൻഡ് ഗെയിം എന്ന് പറഞ്ഞിട്ടൊരു സീരീസ് ഉണ്ട് ലൈവ് സ്ട്രീംസിൻ്റെ. അത് റിയാലിറ്റിയെ പറ്റി സംസാരിക്കുന്ന പല ടോപ്പിക്കുകളെ പറ്റി നമ്മൾ പലപ്പോഴും സംസാരിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളെപ്പറ്റി നിങ്ങൾക്ക് പർട്ടിക്കുലറായിട്ട് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. സോ ഒരു കാര്യം അതാണ്. പിന്നെ ഉള്ള ഒരു സംഭവം എന്ന് പറയുന്നത്, ഇപ്പം ഇത് അതുപോലെ കൂടുതൽ ഇങ്ങനെയുള്ള കണ്ടൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ട്, നിങ്ങൾക്ക് കൂടുതൽ കണ്ടൻസ് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. ആൻഡ് ഇഫ് യു ഹാവിൻ സബ്സ്ക്രൈബ് മൈ ചാനൽ, ഡു സബ്സ്ക്രൈബ് ഇറ്റ് റൈറ്റ് നൗ. കാരണം ഇതിന് നല്ല വീഡിയോസൊക്കെ ഞാൻ കൊണ്ടുവരുന്നുണ്ട്. സോ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്, നിങ്ങൾക്ക് ലോസുകൾ ഒഴിവാക്കാനുള്ള 3 കാര്യങ്ങൾ എന്തൊക്കെ ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം ഞാൻ പറയുകയാണെങ്കിൽ, നമുക്ക് പ്രോപ്പർ ആയിട്ട് ഉള്ള ഒരു റിസ്ക് മാനേജ്മെൻറ്റ് വേണം. റിസ്ക് മാനേജ്മെൻറ്റ് എന്ന് പറയുമ്പോൾ, നമ്മൾ ഏതൊരു ട്രേഡിൽ എൻട്രി ചെയ്യുമ്പോഴും നമുക്ക് നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത് എത്ര പ്രോഫിറ്റ് ആ ട്രേഡിൽ ഉണ്ടാക്കാം എന്നുള്ളതായിരിക്കും. നമുക്ക് ഈ ട്രേഡ് നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ പോയിട്ടില്ല എന്നുണ്ടെങ്കിൽ എത്ര ആയിരിക്കും നമ്മുടെ ലോസ്. ഇതായിരിക്കണം നമ്മുടെ പ്രൈമറി കൺസേൺ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും ട്രേഡ് ചെയ്യുന്നത് ഡിഫറെൻറ്റ് ക്യാപിറ്റൽ യൂസ് ചെയ്തിട്ടാണ്, ഡിഫറെൻറ്റ് റിസ്ക് ആപ്പറ്റൈറ്റ് ആണുള്ളത്, റിസ്ക് മാനേജ്മെൻ്റ് ആണുള്ളത്. ഓരോരുത്തർ യൂസ് ചെയ്യുന്ന RR റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത് വളരെ വ്യത്യസ്തമാണ്. അപ്പം നമ്മൾക്ക് ഇപ്പോൾ നിങ്ങൾ ഓരോരുത്തർ ഇപ്പോൾ 1 ലക്ഷം രൂപയുള്ളവരായിരിക്കും, 10,000 ഉള്ളവർ, 50,000 ഉള്ളവരായിരിക്കും. നിങ്ങൾക്ക് ഒരു ട്രേഡിൽ എത്ര ലോസ് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് എത്ര രൂപ വരെ ക്യാപിറ്റലിൽ നിന്ന് ലോസ് ചെയ്യാം. ഇതാണ് നിങ്ങളുടെ റിസ്ക് മാനേജ്മെൻറ്റ്. നിങ്ങളുടെ റിസ്ക് എടുക്കാൻ റിസ്ക് കേപ്പബിലിറ്റി എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പം ഈ ഒരു എമൗണ്ടിൽ കൂടുതൽ ഒരിക്കലും നിങ്ങൾക്ക് ലോസുകൾ പോകരുത്. ഇതായിരിക്കും നിങ്ങളുടെ ആദ്യത്തെ കാര്യം. അപ്പം നിങ്ങൾ എങ്ങനെ റിസ്ക് മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ അടുത്ത ചോദ്യം വരുന്നത്. കാരണം നമ്മൾ എപ്പോൾ ഒരു ട്രേഡ് എടുത്താലും റിസ്ക് മാനേജ്മെൻറ്റ് തന്നെ ഞാനിതിൽ പറയാൻ ഉദ്ദേശിച്ച ടോപ്പിക് അല്ലെങ്കിൽ പോലും റിസ്ക് റിവാർഡ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മളെപ്പോഴും ഒരു 1000 രൂപ നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് 2000 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായിരിക്കണം. ഓക്കെ, 1000 രൂപ നഷ്ടപ്പെടുത്തി 500 രൂപ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാവരുത്. അതാണ് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. അപ്പം നിങ്ങൾ റിസ്ക് ഇത് ചെയ്യുമ്പോഴാണെങ്കിലും റിസ്ക് മാനേജ് ചെയ്യുമ്പോഴാണെങ്കിലും നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾ 5000 രൂപ റിസ്ക് ചെയ്യുന്നുണ്ടോ 10,000 രൂപ ഉണ്ടാക്കാൻ പറ്റണം. 10,000 രൂപ റിസ്ക് ചെയ്യുന്നുണ്ടോ 20,000 രൂപ ഉണ്ടാക്കാൻ പറ്റണം. 20,000 രൂപ റിസ്ക് ചെയ്യുന്നുണ്ടോ 40,000 30,000 ഒക്കെ ഉണ്ടാക്കാൻ പറ്റണം. അപ്പം ഈ ഒരു രീതിയിലായിരിക്കണം നിങ്ങൾ റിസ്ക് മാനേജ് ചെയ്യേണ്ടത്. അപ്പം വിച്ച് കംസ് ടു അവർ സെക്കൻഡ് പോയിന്റ്, സ്റ്റോപ്പ് ലോസ്. സ്റ്റോപ്പ് ലോസ് ഞാൻ ഓൾറെഡി വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. സ്റ്റോപ്പ് ലോസ് എന്ന് പറഞ്ഞാൽ, നമ്മൾ 100 രൂപ മേടിക്കുന്ന ഒരു സ്റ്റോക്ക് 120 രൂപയ്ക്ക് പോകുമ്പോൾ നമുക്ക് 20 രൂപയുടെ ലാഭവും, അതേ 100 രൂപ മേടിക്കുന്ന സ്റ്റോക്ക് 80 രൂപയിലേക്ക് പോകുമ്പോൾ 20 രൂപയുടെ നഷ്ടവും സംഭവിക്കും. അപ്പം പിന്നെ വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം ഈ ഒരു സ്റ്റോക്ക് 100ൽ നിന്ന് 90 പോകുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആ ട്രേഡ് എക്സിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മളിവിടെ 10 രൂപ റിസ്ക് ചെയ്യുന്നുണ്ട്, 20 രൂപയുടെ പ്രോഫിറ്റ് ആണ്. ഇതിന് യൂസ് ചെയ്യുന്ന ഒരു സാധനമാണ് സ്റ്റോപ്പ് ലോസ്. ഇപ്പം ബിഗിനേഴ്സിന് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. അപ്പം റിസ്ക് മാനേജ്മെൻറ്റിൽ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾ ഒരു ക്യാപിറ്റൽ നിങ്ങൾ ഡിസൈഡ് ചെയ്യുക. നിങ്ങളൊരു ക്യാപിറ്റൽ ഡിസൈഡ് ചെയ്യുന്നു, നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ടിൽ ആഡ് ചെയ്തു. അടുത്ത കാര്യം തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, അതിൽ എത്ര ശതമാനം നിങ്ങൾക്ക് റിസ്ക് ചെയ്യാൻ പറ്റും. അത് 5% ആയിരിക്കാം, 3% ആവാം, 2%. ദാറ്റ് ഡിപ്പെൻഡ്സ് ഓൺ യുവർ റിസ്ക് ആപ്പറ്റൈറ്റ്. അപ്പം ഇതിൽ എത്ര റിസ്ക് ചെയ്യാൻ പറ്റും, ആ റിസ്ക് ചെയ്യുന്ന എമൗണ്ട് ആയിരിക്കണം നിങ്ങളുടെ ഒരു ദിവസത്തെ SL. അത് പറയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഈ ഒരു SL അടിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, 1 ലക്ഷം ഇട്ട് ചെയ്യുന്ന ഒരാൾക്ക് 5000 രൂപയുടെ ഒരു SL അടിച്ചു കഴിഞ്ഞാൽ അവിടെ നിങ്ങൾ ആ ട്രേഡിംഗ് ഡേ വൈൻഡപ്പ് ചെയ്തോണം. പിന്നെ നിങ്ങൾ ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. അവിടെ കൊണ്ട് പണി നിർത്തി കഴിഞ്ഞു ഇറങ്ങി. ഇതായിരിക്കണം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം. അല്ലാതെ ഒരിക്കലും സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞിട്ട് പിന്നെയും അതിൻ്റെ പുറത്ത് ട്രേഡ് ചെയ്യാൻ നിൽക്കരുത്. വിച്ച് കംസ് ടു അവർ തേർഡ് പോയിന്റ്, ഓവർ ട്രേഡിങ്. സോ നമ്മൾ ആദ്യത്തെ പോയിന്റായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് പറഞ്ഞു. ഓക്കെ, നമ്മുടെ ക്യാപിറ്റൽ സേഫ് ആക്കണം, നമുക്ക് ഇത്ര ലോസ് എടുക്കാൻ പറ്റുള്ളൂ, അത് ഇത്ര എന്നുള്ളത് ഡിഫൈൻഡ് ആയിരിക്കണം. പിന്നെ അത് മാനേജ് ചെയ്യാൻ വേണ്ടി രണ്ടാമത്തെ പോയിന്റ് സ്റ്റോപ്പ് ലോസ് വെക്കണം. സ്റ്റോപ്പ് ലോസ് വേണം. അപ്പം സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ട്രേഡിങ് നിർത്തണം. ഈ സ്റ്റോപ്പ് ലോസ് അടിച്ചു കഴിഞ്ഞാൽ ട്രേഡിങ് നിർത്തിയില്ല എന്ത് സംഭവിക്കും? അടുത്തടുത്ത ട്രേഡുകൾ എടുക്കും, ലോസുകളുണ്ടാവും. ദാറ്റ് ഈസ് ഓവർ ട്രേഡിങ്. അപ്പം നിങ്ങൾക്ക് ആദ്യം തന്നെ ഒരു റിസ്ക് മാനേജ്മെൻറ്റ് ഉണ്ടായിരിക്കണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്കൊരു സ്റ്റോപ്പ് ലോസ് വെക്കാൻ പറ്റണം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞ പോലെ ഓവർ ട്രേഡിങ് ഒഴിവാക്കണം. നിങ്ങൾ സ്റ്റോപ്പ് ലോസ് അടിച്ചിട്ടുണ്ടെങ്കിൽ അവിടെ അപ്പം നിർത്തിക്കണം. പിന്നെ ട്രേഡ് ഇല്ല. നിങ്ങൾ ഒരു സ്റ്റോപ്പ് ലോസ് അടിച്ചു, ഇത്ര രൂപ പോയി, ആ പൈസ തിരിച്ചു പിടിക്കാനായിട്ട് അടുത്ത ട്രേഡ് നടത്തും, പിന്നെയും പൈസ പോകും, അടുത്ത ട്രേഡ് പിന്നെയും പൈസ മൊത്തം പോകും. ഇതേ നടക്കുള്ളൂ. ഇതാണ് ഓവർ ട്രേഡിങ് നടക്കുന്നത്. എല്ലാവർക്കും ഉള്ള ഒരു ഇമോഷനാണ്. ആ ഒരു ഗ്രീഡിൻ്റെ ഇമോഷൻ കൊണ്ടുവരാം, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഫോമോ കൊണ്ടുവരാം, അങ്ങനെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുവരാം. പക്ഷേ ഈ ഒരു സാധനം, ഈ ഒരു ഓവർ ട്രേഡിങ് വന്നു കഴിയുമ്പോഴത്തേക്കും മൊത്തത്തിൽ പ്രശ്നവും ഈസി ആയിട്ട് നിങ്ങളുടെ ക്യാപിറ്റൽ പോയിപ്പോട്ടേ പോകും. സോ നിങ്ങൾക്ക് ലോസുകൾ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ 3 കാര്യം പറഞ്ഞത്, ഒന്ന് റിസ്ക് മാനേജ്മെൻറ്റ്, ഒന്ന് സ്റ്റോപ്പ് ലോസ്, ഒന്ന് ഓവർ ട്രേഡിങ്. ഈ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ
ബിഗിനർ ആണെങ്കിലും അത്യാവശ്യം ചെയ്തൊരു എക്സ്പീരിയൻസ് ഉള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് വലിയ വലിയ ലോസുകൾ ഒഴിവാക്കാൻ പറ്റും. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ലെറ്റ് മീ നോ ഇൻ ദ കമൻറ്റ്സ്. നല്ല നല്ല വീഡിയോസ് ആണ്, നല്ല കണ്ടന്റ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് തന്നെ തരിക. അല്ലാതെ ചുമ്മാ പിന്നെ അനാവശ്യമായിട്ട് ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അങ്ങനെ അനാവശ്യ കമൻറ്റുകൾ ഞാൻ മൈൻഡ് ചെയ്യാറില്ല. ആവശ്യമുള്ള കമൻറ്റുകൾ നിങ്ങൾക്ക് അല്ലെങ്കിൽ കൂടുതൽ വീഡിയോസ് ചെയ്യണം, അല്ലെങ്കിൽ വീഡിയോസ് പല ടോപ്പിക്കിനെ പറ്റി കാണണമെന്നുണ്ടെങ്കിൽ അതും കമൻസിൽ പറഞ്ഞാൽ മതി. അതേപോലെ അപ്പം ഇത്രയേ ഉള്ളൂ. അപ്പം ഐ വിൽ സീ യു ഓൺ അനദർ വീഡിയോ. അണ്ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ, പീസ്.